യൂസ് ചെയ്യാൻ പറ്റും. ഈ അനലിറ്റിക്സിൽ എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ആരൊക്കെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അതേപോലെ ഏതൊക്കെ പേജസിൽ എത്ര ടൈം ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. എത്ര ആളുകൾ അതിൽ എത്രത്തോളം ടൈം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഏത് ഇതിന്നാ വരുന്നത്, ഈ ഒരു വിസിറ്റർ വരുന്നത് ഫോണിൽ നിന്നാണോ ലാപ്ടോപ്പിൽ നിന്നാണോ വരുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അതിപ്പോൾ ആപ്പൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഒരു ഏജ് കാറ്റഗറി ഒക്കെ മനസ്സിലാക്കാൻ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. ഇതൊക്കെ അതിൽ അറിയാൻ പറ്റും. എത്രമാത്രം ആളുകൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അറിയാൻ പറ്റും. ആ ഒരു പേജിലുള്ള കണ്ടന്റ് എത്രമാത്രം ആളുകൾ വായിച്ചു, എത്ര ടൈം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ബിഹേവിയർ മെട്രിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇതിൽ വീഡിയോ എന്തെങ്ങനത്തെ വീഡിയോസ് ആണ് ആളുകൾ കൂടുതൽ ഇരുന്നത് അങ്ങനത്തെ ഒക്കെ അറിയാൻ പറ്റും. ഡെമോഗ്രാഫിക്സ്, ആളുകളുടെ ഏജ്, ജെൻഡർ, ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൂള് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഗൂഗിൾ അനലറ്റിക്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. അനലറ്റിക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രോപ്പർട്ടി പറഞ്ഞത് സെറ്റ് ചെയ്യുക. ട്രാക്കിംഗ് കോഡ് ഇതൊക്കെ ഇത് ഇപ്പം പഠിക്കണ്ട, ഇങ്ങനെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പൊ നോക്കണ്ട, ജസ്റ്റ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് തിയറി പറഞ്ഞു തരുന്നത്. ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടുകയും ചെയ്യും. ഞാൻ നോട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ? എന്ത് ചെയ്താൽ മതി അറിയാം, ഗൂഗിൾ അനലറ്റിക്സിന്റെ ഇത് ഒരുപാട് ഉണ്ടാകും, ഗൂഗിളിൽ ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ചാറ്റ് ജി പി ടിയിലൊക്കെ നോക്കിയിട്ട് സിമ്പിളായിട്ട് പോയിന്റ് ആയിട്ട് ചാറ്റ് ജി പി ടി നോക്കി എഴുതിയെടുത്തു. എന്നാലും നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി എഴുതുമ്പോൾ കുറച്ചും കൂടെ ഇത് തലയിൽ നിൽക്കും. ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കതൊന്ന് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ ഇതാണ് എൻ്റെ വെബ്സൈറ്റ്, അറിയാലോ. ഇത് വെബ്സൈറ്റ്, ഇതിവിടെ നിൽക്കട്ടെ, ഇതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഗൂഗിൾ അനലറ്റിക്സ് എന്ന് സെർച്ച് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലല്ല കേട്ടോ ഈ സംഭവം, പുറത്താണ്. ഗൂഗിളിലാണ് സെർച്ച് ചെയ്യണ്ടേ. ഇതല്ല കേട്ടോ, ഞാൻ എടുത്തുതരാം. ഇത് ഗൂഗിളിൽ നിന്ന് എടുത്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. ഈ ലിങ്ക് ഇപ്പം ഞാൻ അയക്കണുണ്ട്. ഇവിടെ കണ്ടോ, ക്രിയേറ്റ് എന്നുള്ള ഇവിടെ നിങ്ങളതിൽ എങ്ങനെ നോക്കാം. അക്കൗണ്ട് എന്നുള്ളതാണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ ഒരു 5 സെക്ഷൻ ആയിട്ടാണ് ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം, അക്കൗണ്ടിന് ഒരു നെയിം, വെബ്സൈറ്റിന്റെ പേര് കൊടുത്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പം അടുത്ത പ്രോപ്പർട്ടീൻ്റെ പേര് ക്രിയേറ്റ് ചെയ്യേണ്ടാവും, ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കൊന്ന് നോക്കാം. എന്ത് ചെയ്യുക, നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തോ, നെറ്റ്ലിന് ആദ്യം ചെയ്തോ. കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്, ഷംഷാനൊക്കെ കുറച്ചും കൂടി ടൈം എടുക്കും. ഒരുപാട് ടെപ്സ് ഉണ്ട്, നമുക്ക് പകുതി വെച്ചിട്ട് 2 പേരുടെയും കൂടെ ചെയ്യാം. ആ
കൊടുക്കുക. ഇവിടെ ഗൂഗിൾ പ്രൊഡക്ട്സും കൂടെ സെലക്ട് ചെയ്തു. അതായത് അക്കൗണ്ട് ഷെയർ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളതാണ്, ടെക്നിക്കൽ സപ്പോർട്ട്. പിന്നെ പ്രോപ്പർട്ടി വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, അത് ആ സെക്ഷൻ്റെ. പിന്നെ പ്രോപ്പർട്ടി സെക്കൻഡിലേക്ക് പോയി ഡിജിറ്റൽ AI. അതായത് ഇവിടെ ഇപ്പോൾ കൊടുക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൻ്റെ താഴെ പ്രോപ്പർട്ടിയിൽ നമുക്ക് നമ്മളെ ബ്ലോഗിൻ്റെ ചെയ്യാം, രണ്ട് വെബ്സൈറ്റിൻ്റെ, എൻ്റെ വെബ്സൈറ്റും എൻ്റെ ബ്ലോഗും കണക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ പ്രോപ്പർട്ടി സെക്കൻഡിൽ വരുന്നത് കേട്ടോ. ഈ സെക്ഷൻ്റെ ആ ആ ഇത് കഴിഞ്ഞിട്ട് ചെയ്യടാ, അത് നോക്കിക്കോ, പറഞ്ഞുതരാം. ഇവിടെ ഇന്ത്യ, ഇവിടെ വെബ്സൈറ്റിൻ്റെ പേര് ഇന്ത്യൻ റുപ്പി ആക്കി. ബിസിനസ് ഡീറ്റെയിൽസ്, ഇൻഡസ്ട്രി കാറ്റഗറി, ഇവിടെ ഇത് മൂന്നും സെലക്ട് ചെയ്യുക. ലീഡ്സ് ഇതെല്ലാം ഉണ്ട്. അതായത് നമുക്ക് ലീഡ്സ് കിട്ടാനാവാം, നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് ലീഡ്സിൻ്റെ അത് അറിയാൻ, സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ, ട്രാഫിക്കിൻ്റെ അറിയാം, യൂസർ എൻഗേജ്മെൻറ്റും റിട്ടൻഷനും അറിയാൻ. ഇതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇന്ത്യ എന്നാക്കുക. പിന്നെ ഇവിടെ 2 എന്നിട്ട് അക്സെപ്റ്റും ക്ലിക്ക് ചെയ്യാം. ഇവിടെ അത് അത്രയും കഴിഞ്ഞു. ഇത്രയും ഒന്ന് ചെയ്യേ, ഇത്രയും ഒന്ന്, ഒരു മിനിറ്റ്, ഇത്രയും ശംശാന സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ചെയ്തോ. ഇതിൽ നോട്ടുകൾ നോക്കിക്കോ, എന്നിട്ട് ആ ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം. അത് ക്ലോസ് ചെയ്തോ, ആ മീറ്റിൻ്റെ സംഭവം ക്ലോസ് ചെയ്തോ, ആ മീറ്റിൻ്റെ അത് ക്ലോസ് ചെയ്തോ, അത് ക്ലോസ് ചെയ്തോ. ആ വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. നെക്സ്റ്റ് പോട്ടെ. പ്രോപ്പർട്ടി നെയിം കൊടുക്കുക. മനസ്സിലാക്കാൻ വെബ്സൈറ്റിൻ്റെ ആണ് മനസ്സിലാക്കാൻ പ്ലാൻസ് വെബ് നിർത്തോ. താഴേക്ക് പോട്ടെ. നെക്സ്റ്റ്
ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യണം. അതായത് വെബ്സൈറ്റിൻ്റെ ആണ് കിട്ടേണ്ട ഡാറ്റാസ് കിട്ടണമെങ്കിൽ വെബ്, ആപ്പ് ആണെങ്കിൽ നമുക്കൊരു ആപ്പ് ഉണ്ട്, അതിൻ്റെയൊക്കെയാണ് ട്രാഫിക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ. ഇത് ആപ്പിളിൻ്റെ ആപ്സിൻ്റെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് iOSൻ്റെ. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് അല്ല ചെയ്യണത്. അപ്പോൾ വെബ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ വെബ്സൈറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്യാം. ഇത്ര മതി കേട്ടോ. ഈ വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് പേര് സെർച്ച് ചെയ്തിട്ട് അത് കണക്ട് ചെയ്യുക. ഇവിടെ HTTP വേണ്ട, അതാണ് ഇവിടെ. ഇത്രയും വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നെയിം കണക്ട് ചെയ്തു. ഇവിടെ വെബ്സൈറ്റ് തന്നെ. എന്നിട്ട് ശേഷം അപ്പോൾ ഇവിടെ എനേബിൾ ആയി, ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ എനേബിൾ ആയി. നമുക്ക് ഇതൊക്കെയാണ് കിട്ടുന്ന മെഷർമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ ഈ വെബ്സൈറ്റിൻ്റെ ഇത് കണക്ട് ഡീറ്റെയിൽസ് ആണ് ഇനി കാണിക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് ചെയ്തതല്ലേ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഡാറ്റാസ് ഒന്നും കിട്ടൂല. ഇനി എന്ത് വേണം? ഓക്കെ, വെബ്സൈറ്റ് ഇതിപ്പോൾ വേണ്ട. ഇവിടെ കണ്ടോ, ഇതിങ്ങനെ വരും കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വരും. അതിൽ വ്യൂ ടാഗ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഒരു സെക്കൻഡ് കേട്ടോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും.
ഇനി സ്ക്രീൻ ഷെയർ ചെയ്തോ, സംശാനം ചെയ്തോ, എന്നിട്ട് നോക്കാം. നെസ്ലിൻ വെയിറ്റ് ചെയ്തോ, നോട്ട് മനസ്സിലാക്കി എടുത്തോട്ടോ ചെയ്യുന്ന സ്റ്റെപ്സ്. നിങ്ങളത് കൊടുക്കുക. അങ്ങനെയല്ല, പേസ്റ്റ് ചെയ്യ്. അങ്ങനെ അല്ലാണ്ട് വെബ്സൈറ്റ് അടിച്ചിട്ട് അവിടെ വരിടാ, സഹാറാന്ന് അടിച്ചു കൊടുക്കും മുകളില്. ഇസെഡിയാണ് അടുക്ക മുകളില് ഗൂഗിളിന് എഴുതി അവിടെ ഇപ്പൊ കൊടുത്താൽ മതി. ഗൂഗിൾ മുകളിലിടാ, google.com എഴുതി അവിടെ ഒന്നും കൊടുത്താൽ കിട്ടൂല. google.com നമ്മളെ മുകളില് URL വരുന്ന അവിടെ. അവിടെ സഹാറന്ന് കൊടുത്തു നോക്കിയേ. ലോഗിൻ, നാലാമത്തെ അഞ്ചാമത്തെ വേർഡ് പ്രസിന്റെ. നോക്കിത് പറ്റുണ്ടോ നോക്കണം നമ്മള്, കാരണം ഇത് പെയ്ഡ് അല്ലല്ലോ, അതുകൊണ്ട്. സഹാറ പ്ലാൻസ് എന്നുള്ളത് അവിടുന്ന് സ്ലാഷ് ഒഴിവാക്കിയിട്ട് അത് ടൈപ്പ് ചെയ്യാം. അപ്പൊ അവിടെ ഉള്ളത് അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി. ഇനി മുകളിലുള്ള ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ. അപ്പൊ അത് അവിടെ വെച്ചു. ഇതൊന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തോ. ഇനി ഓട്ടോമാറ്റിക്കലി വന്നല്ലേ, അത് കോപ്പി ചെയ്യ. അതായത് നമുക്ക് ചെയ്യാം ഈ ഗൂഗിൾ അനലറ്റിക്സിന്റെ ടാഗ്, അതായത് ഈ ഒരു കോഡ് നമ്മൾ മാനുവലി നമ്മൾ തന്നെ സ്വന്തമായിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യാൻ വേറെ കുറെ മെത്തേഡ് ഉണ്ട്. ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യാം. അതൊന്നും ഇപ്പൊ നോക്കണ്ട. ഇപ്പൊ മാനുവൽ ആയിട്ട് നിങ്ങൾ കോപ്പി പേസ്റ്റ് അവിടെ വായിച്ചു നോക്കിയേ. അത് ഈ ഒരു ഇങ്ങനത്തെ ഇതിന് പറയുന്ന ടാഗ് എന്നാ പറയാ. ആ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് വെബ്സൈറ്റിന്റെ എവരി പേജ് ഓഫ് യുവർ വെബ്സൈറ്റ് എന്നിട്ട് അതിൽ കാണിക്കുന്ന എലമെന്റ് ഡോണ്ട് ആഡ് മോർ ദാൻ വൺ ഗൂഗിൾ ടാഗ് ടീച്ച്. ഒരു പേജിൽ ഒന്ന് കൊടുക്കണം, എന്നാലാണ് ആ പേജിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത് കോപ്പി ചെയ്യാം, സെപ്പറേറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അത്ര കൊടുക്കണം എന്നുള്ള നിർബന്ധമില്ല. ഹോം പേജിലേക്കുള്ള വിസിറ്റേഴ്സ് അറിയാൻ ഇത് മതിയാകും. പിന്നെ നമ്മൾ ഓരോ പേജിന് SEO ചെയ്യുമ്പോൾ ഇതിൽ തന്നെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് കിട്ടും. ഇത് കോപ്പി ചെയ്തോ? കോപ്പി ചെയ്തില്ലേ? ഇനി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം.
ഇനി എന്ത് ചെയ്യാ, പേജസ് പോവാ, താഴെ അതുണ്ടല്ലേ ഇവിടെ എഡിറ്റ് ചെയ്ത് ആ പ്ലസ് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, താഴെയുള്ള പ്ലസ്. ആ അതിവിടെ HTML സെർച്ച് ചെയ്തോ. കസ്റ്റം HTML. അതാ ഇനി പ്ലസ് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, ഇനി ഒന്നുകൂടെ ചെയ്ത് നോക്കിയേ. ഇനി എഡിറ്റ് വിത്ത് അത് ചെയ്യുന്നില്ലെങ്കിൽ എഡിറ്റ് വിത്ത് എലമെന്ററിൽ പോയിക്കോ. എഡിറ്റ് വിത്ത് എലമെന്ററിൽ ചെയ്ത വെബ്സൈറ്റ് അല്ലേ? വന്നിട്ടുണ്ടല്ലേ, ഇതിൽ ചെയ്താലും മതി, കുഴപ്പമില്ല. ഇനി ഇവിടെ ആ സെർച്ച് വിഡ്ജറ്റ് കണ്ടോ സൈഡില്, അവിടെ HTML സെർച്ച് ചെയ്തോ. അത് അതിൽ പോവാ, അത് ക്ലിക്ക് ചെയ്താൽ മതി, അവിടെ പേസ്റ്റ് ചെയ്യാം, ആ ബോക്സിന്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്താൽ മതി. സേവ് പബ്ലിഷ് കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഗൂഗിൾ അനലിറ്റിക്സിലേക്ക് തന്നെ വരിക, ക്ലോസ് ചെയ്യുക, ക്ലോസ് ചെയ്തോ. വേണമെങ്കിൽ ടെസ്റ്റ് ഇൻസ്റ്റലേഷൻ കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്തോ. 48 ഹവേഴ്സ് എടുക്കുന്നുള്ളതേ ഉള്ളൂ, ടൈം എടുക്കുന്നുള്ളതേ ഉള്ളൂ, അത് ശരിയായിക്കോളും. നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ, നാളെ നോക്കാം, നാളെ അതിൻ്റെ അത് കിട്ടും. നിങ്ങൾ നോക്കുമ്പോൾ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി, എൻ്റെലും മറ്റേതിൻ്റെ കിട്ടും. ഇനി മറ്റേ ആളുടെ ഇതേപോലെ ബ്ലോഗിനും കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കട്ടോ, നിങ്ങളെ ബ്ലോഗറിലുള്ള ബ്ലോഗിനും ഇതേപോലെ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ശംശാൻ ഒന്നുകൂടെ നോക്കിക്കോ ചെയ്ത സ്റ്റെപ്സുകൾ. ഹോം പേജ് എടുത്തു, പേജസ് പോയിക്കോ. പബ്ലിഷ് കൊടുത്തോ. ആ ടെസ്റ്റ് ഇൻസ്റ്റാളേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തോ, നിങ്ങൾക്ക് കുറച്ച് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കിട്ടും. ഇല്ലല്ലേ, ഒന്നുമില്ല. എന്നാൽ ക്ലോസ് ചെയ്തോ, ക്ലോസ് ചെയ്തോ. നെക്സ്റ്റും കൂടെ ക്ലിക്ക് ചെയ്തോ. ടൈം എടുക്കുമെന്നുള്ളതാണ്, നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇത്രയാണ് ഗൂഗിൾ അനലിറ്റിക്സിലുള്ള അക്കൗണ്ട് ക്രിയേഷനും കണക്ട് ചെയ്യലും മാത്രമാണ് ആയിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് റിപ്പോർട്ട്സ് എടുക്കുന്നതൊന്നും കൂടെ കാണിച്ചു തരാം.
ഏ ആ അതറിയാൻ പറ്റും, കാണിച്ചത് കഴിഞ്ഞിട്ടില്ല, ഒരു കാര്യം കൂടെ ചെയ്യാണ്ട്. ഇപ്പം ഈ വെബ്സൈറ്റിലുള്ള ആക്റ്റീവ് യൂസേഴ്സ്, ഇത് ഞാനൊരു കണക്ട് ചെയ്ത വെബ്സൈറ്റ്, ഇതിലിപ്പം സ്ക്രീൻ ഷെയർ ചെയ്തോ? കാണുന്നുണ്ടോ? ഷംനസ്ലിൻ്റെ ശരിയായോ? എന്നാ സ്ക്രീൻ ഷെയർ ചെയ്. എൻ്റെ ഇനിയിപ്പോൾ ഒന്നും കാണില്ല, ഈ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കണം. ആ ആ എന്ത് വെബ്സൈറ്റ് കിട്ടി? ഇനി ഗൂഗിൾ അനലറ്റിക്സിൽ നോക്കണം കണക്റ്റ് ആയോ. ആ റീഫ്രഷ് കൊടുത്ത് അനലറ്റിക്സ് ഒന്ന് റീഫ്രഷ് കൊടുത്തേ. ഞാൻ അത് ശരിയായോ എന്നാ ചോദിക്കണേ. ഇതല്ല അതല്ല, ഒന്ന് ബാക്കിലേക്ക് കൊടുത്തേ, ബാക്കിലേക്ക് പോണില്ല. ഇതൊക്കെ നമ്മൾ ചെയ്തതല്ലേ, അനലിറ്റിക്സിൻ്റെ അക്കൗണ്ടിലെല്ലാം ചെയ്തതല്ലേ. ഒന്ന് ഇതൊന്ന് മാറ്റിക്കാണ്ട് ശരിക്കൊന്ന് നോക്ക്. ആ URLൻ്റെ തെറ്റാ, തെറ്റല്ല. ആ വെബ് പ്രൊവിഷൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നേരത്തെ എടുത്തീന ഗൂഗിൾ അനലറ്റിക്സ് അവിടെ പോയി. analytics.google.com ബാക്കിയുള്ള ഒഴിവാക്കി. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തോ, സേവും ചെയ്തോ അത്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് നിൻ്റെ ആയിട്ടുണ്ട് കണ്ടോ, ആക്റ്റീവ് യൂസേഴ്സ് ഇൻ ലാസ്റ്റ് 30 minutes 1 ആയിട്ടുണ്ട്. ഇതാണ് നോക്കുന്നത്, ആക്റ്റീവ് യൂസേഴ്സ് ഇൻ ലാസ്റ്റ് 3 minutes. ഇത് അവിടെ നിൽക്കട്ടെ, ഇനി ശംഷാനായിട്ടും കൂടെ നോക്കാം. ശംഷാന സ്ക്രീൻ ഷെയർ ചെയ്താ? ആദ്യം ഇതൊന്ന് കാണിക്കും, ഗൂഗിൾ അനലറ്റിക്സിന്റെ ഡാഷ്ബോർഡിലുള്ള ഇപ്പോഴത്തെ അതൊന്ന് റീഫ്രഷ് ചെയ്ത് കാണിക്കുക. റീഫ്രഷ് കൊടുത്തോ, അല്ലെങ്കിൽ കണ്ടിന്യൂ ടു ഹോം താഴെ കൊടുത്തോ, അത് റീഫ്രഷ് ചെയ്യേണ്ടില്ല. ആ പോയി, ബാക്കിലേക്ക് കൊടുത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും .com വരെ മതി. ഇപ്പം അത് ക്ലോസ് ചെയ്യാം, ബ്ലൂ കളറുള്ള. ഇപ്പോൾ ആക്റ്റീവ് യൂസേഴ്സ് ഇൻ ലാസ്റ്റ് 30 minutes കണ്ട, കുറച്ചും കൂടെ താഴേക്ക് സ്ക്രോൾ ചെയ്യേ, കുറച്ചുകൂടെ താഴേക്കാക്കി വെക്കടാ. അത് കുറച്ച് സെൻറ്ററിൽ, ആക്റ്റീവ് യൂസേഴ്സ് ഇൻ ലാസ്റ്റ് 30 minutes എന്നുള്ളത് കുറച്ച് സെൻറ്ററിലായി വരുന്ന രീതിയിൽ വെക്കുക. ഇനി കണ്ടില്ലേ? അതല്ല അതല്ല, ഈ സൈഡിൽ കണ്ടോ കുറച്ച്, അത് കുറച്ചും കൂടെ കാണുന്ന രീതിയിൽ താഴേക്കൊന്ന്. ആ മതിയെന്നാ. അതായത് 30 minutes വന്നിട്ടുള്ള യൂസേഴ്സ്, 30 minutes ഉള്ളിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊന്ന് വെബ്സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോ, നേരത്തെ നസ്ലിൻ ചെയ്ത പോലെ വെബ്സൈറ്റിൻ്റെ ഇതിൽ പോവാ. ആ ആ ഇനി അതിലേക്ക് തന്നെ വരിക, അനലറ്റിക്സിലേക്ക് തന്നെ വരിക. ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കിയേ. ക്ലോസ് ചെയ്തോ?
ആ കണ്ടോ? അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഇനി എന്ത് ചെയ്യുക, ആ ഹോം ഐക്കണ് താഴെയുള്ള റിപ്പോർട്ട്സ് താഴെ കണ്ടോ, ഹോം ഐക്കൺ താഴെയുള്ള ഒരു ഇപ്പോൾ ഹോം ഇതിൽ നമുക്ക് ആക്റ്റീവ് യൂസേഴ്സും റിയൽ ടൈം യൂസേഴ്സും ഒക്കെ അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കടാ. താഴേക്ക് സ്ക്രോൾ ചെയ്യാം, മൊത്തം ഈ പേജ് ഒന്ന് നോക്കുക എന്തൊക്കെ ഇതിൽ അറിയാൻ പറ്റുന്ന. കഴിഞ്ഞോ? അത്രേ ഉള്ളൂ ഈ ഭാഗത്ത്. റിപ്പോർട്ട്സ് അവിടെ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ കണ്ട അവിടെ ക്ലിക്ക് ചെയ്യേ, അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യേ. ആക്റ്റീവ് യൂസേഴ്സ്, റിയൽ ടൈം യൂസേഴ്സ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ട് നേരത്തെ സെലക്ട് ചെയ്തത് ഓർമ്മ ഉണ്ടോ? ലീഡ്സ്, സെയിൽസ്, ട്രാഫിക്, യൂസർ എൻഗേജ്മെന്റ്, റിട്ടൻഷൻ സൈഡിലുള്ളത്. പിന്നെ യൂസർ ആട്രിബ്യൂട്ട്സ്, ടെക്ക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഈ റിയൽ അതിപ്പോൾ നമ്മൾ നോക്കി, ഈ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഈ വെബ്സൈറ്റ് വിസിറ്ററിൻ്റെ കൺട്രി അറിയാൻ പറ്റും, അവർ വന്നിട്ടുള്ള ഡിവൈസും അറിയാൻ പറ്റും. അതാണ് ഞാൻ നോക്കുന്നത്. വ്യൂ റിയൽ ടൈം ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ അവർ വന്നിട്ടുള്ള, അതായത് യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസ് ഏതെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. നോക്കുക. അതേപോലെ ബ്ലോഗിൻ്റെ ചെയ്ത് നോക്കട്ടെ. ഇതേപോലെ അത് നിങ്ങൾ നോക്കി എങ്ങനെ പറ്റുകയെന്നുള്ളത്. HTML ആണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരുപാട് ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പറ്റും, ഈസിയാണ്. വെബ്സൈറ്റിൻ്റെ അത്ര പ്രയാസമില്ല. ഒന്ന് ട്രൈ ചെയ്താൽ മതി, മറന്നു പോവാതെ HTML എന്നുള്ള കാര്യം നോക്കി ചെയ്താൽ മതി. ഇനി ഇത് അനലറ്റിക്സിൻ്റെ നോട്ടിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതിൽ എന്തൊക്കെ കണ്ടന്റ് വേണം എന്നുള്ളത് ഞാൻ ഗൂഗിൾ അനലറ്റിക്സ് അക്കൗണ്ട് ക്രിയേഷൻ, ഒരു മിനിറ്റ്, എന്തൊക്കെ നോട്ടിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഒന്ന് എടുത്തുതരാം. ഗൂഗിൾ അനലറ്റിക്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ ലിങ്ക് ഞാൻ മുന്നേ തന്നിട്ടില്ലേന്നോ? ആ ഇല്ലേ? ഇതിലേക്ക് പോകാൻ പറ്റില്ല. എന്തൊക്കെ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ അനലറ്റിക്സ്, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ